ഹലോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിയുടെ മോളിലൊക്കെ കൂടെ ചുമ്മാ കനകക്കുന്നിൽ എക്സിബിഷൻ കാണാൻ പോവാ കേട്ടോ. അന്ന് ഞാനൊരു ദിവസം പോയായിരുന്നു, ഞാൻ ചെറിയൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പ്ലാൻ ചെയ്ത് പോയൊന്നും അല്ല. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി പോകണം എന്ന് വിചാരിക്കണ്. അപ്പം ഇന്ന് ഞങ്ങളത് കാണാൻ പോവാണ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല. നല്ല വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ രാഗിയുടെ കാറിലാണ് പോകുന്നത്. രാഗിയുടെ അമ്മയും മോളും ഉണ്ട്, പിന്നെ കേക്കുട്ടി ഞാനും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാഗിയുടെ കാറിൽ പോവുകയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാൽ ഭയങ്കര മഴയൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഏരിയയിലൊക്കെ വലിയൊരു മഴ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ വലിയ മഴയൊന്നുമില്ലായിരുന്നു. ഞങ്ങളവിടെ എത്തി. പിന്നെ അവിടെ 50 റുപ്പീസ് ആയിരുന്നു ഞങ്ങളുടെ കയ്യിലൊരു ടാഗ് തരും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ബോട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ബോട്ടിൽ കളർ ചെയ്ത് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിനി കുറച്ചങ്ങ് നടക്കണം. നിശാഗന്ധിയും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കനകുന്ന് എൻട്രൻസ് കഴിഞ്ഞ് അങ്ങ് നടക്കണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊന്നും അല്ല, ഇങ്ങനെ സിമ്പിൾ ഓരോ വേസ്റ്റ് മെറ്റീരിയൽസും ത്രെഡും ഒക്കെ വെച്ച് ഇങ്ങനെ ഓരോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളൊക്കെ അത് നോക്കി നോക്കി അങ്ങ് നടക്കുവാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്താറായി. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാംസിൻ്റെ ചാർട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സമയത്ത് ഓരോരോ പ്രോഗ്രാംസ്, കുറേ സ്റ്റേജുണ്ട്, 7 സ്റ്റേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നേരത്തെ വന്നതുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇതാണ് പ്രോഗ്രാം ചാർട്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് നടക്കുവാണ്. ഇവിടെ ആദ്യമുള്ളതാണ് രാജസ്ഥാൻ്റെ ഒരു എക്സിബിഷൻ കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു രാജസ്ഥാൻ ഫീലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായേ. അപ്പം അവിടെ എല്ലാവരും ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടു. പിന്നെ രാത്രിയാണെങ്കിൽ നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ വരുമ്പോഴേ. ഇപ്പോൾ പകലായതുകൊണ്ട് അത്ര അങ്ങ് ഭംഗിയില്ല, എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ റാണി ക്യാമൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് എനിക്കറിയായിരുന്നു ഇതിൻ്റെ പേര് റാണി എന്നൊക്കെ. അപ്പോൾ പാവമുണ്ട് കേട്ടോ, 4 മണി മുതൽ 6 മണി വരെ ഇതിങ്ങനെ നിൽക്കുക. ആളൊന്നും ഇല്ലെങ്കിൽ മാത്രം അതിനിരിക്കുക, അല്ല അതിങ്ങനെ നിൽക്കും. പിന്നെ ഇതിൻ്റെ വായുടെ അടുത്തൊക്കെ കൈ കൊണ്ടുവന്ന് ഇത് കടിക്കുമെന്നാണ് കേട്ടോ നോക്കുന്ന പയ്യൻ പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ റാണീനെ കുറച്ച് നേരമൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിങ്ങനെ പാവം പോലെ ഉണ്ട്, നമുക്ക് അതിൻ്റെ മുഖം കണ്ടാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ എല്ലായിടത്തും ചുറ്റി. ഇപ്പോഴേക്ക് ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്, ഭയങ്കര മഴയൊന്നുമില്ല. അപ്പോൾ അവിടെ കുറച്ച് ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയുടെ ഇത് കണ്ടുകൊണ്ട് അവർ ഡാൻസൊക്കെ നിർത്തി കേട്ടോ. അവരൊക്കെ ചുമ്മാ കുത്തിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ കുടയും കൊണ്ടുപോയില്ല. എന്നിട്ട് ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയി. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ ഡാൻസേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ പപ്പറ്റ് ഷോയാണ്. നല്ല രസമുണ്ട് കേട്ടോ, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഒരാൾ വെറുതെ കൈ കൊണ്ടാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെറിയ പപ്പറ്റ് ഷോയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ, വലിയൊരു പപ്പറ്റാണ്. അപ്പോൾ ഒരു സോങ്ങിന് ഒരു രാജസ്ഥാനി മ്യൂസിക്കിന് ഇത് ഫുള്ളായിട്ടും ഒരു പപ്പറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടെങ്കിലും ഞങ്ങൾ മഴയൊന്നും വകവെക്കാതെ ഇതെല്ലാം കണ്ടു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നിന്ന്. കണ്ടോ, അവസാനമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. നല്ല രസമുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാറ്റർഡേ ആയിരുന്നുകൊണ്ട് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ മഴയുടെ ഇത് മാത്രം കണ്ടോ, അവസാനം നോക്കിയേ എന്ത് ഭംഗിയായിട്ടല്ലേ ആ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത്. ശരിക്കും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗേൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്ന മാതിരി തന്നെ തോന്നുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. അപ്പം രാഗിയുടെ മോക്ക് മറ്റേ ടോർണാഡോ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞു. കേക്കുട്ടിക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ അവൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് ആദ്യം ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളിനി അടുത്ത ഒരു 3-4 സ്റ്റേജ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഓരോ ഇതേ. അപ്പോൾ രാജസ്ഥാൻ്റെ തീർന്നു. അങ്ങനെ ഞങ്ങളതിൻ്റെ ക്യാഷൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണേ. അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവുക. കണ്ടോ, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രാത്രി ആവാത്തതുകൊണ്ട് അത്ര ഭംഗിയില്ല. രാത്രി നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് പോവുക. ചെറിയൊരു മഴച്ചാറ്റിലുണ്ട്. ഇറങ്ങി അടുത്ത സ്റ്റേജിലേക്ക് പോവുക. അങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണേ. അവിടെ ചെന്നപ്പം
നമുക്ക് ആദ്യം കാണിക്കുന്ന കാർണിവൽ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രസത്തിലാട്ടോ ഈ കുറേ പേര് വന്നിട്ട് നല്ല ഒരു അറബിക് സോങ്ങൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസാണ് കാർണിവൽ ഡാൻസ് എന്ന് പറഞ്ഞ് ഭയങ്കര ലൈറ്റ് എഫക്റ്റും ഒക്കെ ആയിട്ട് എല്ലാവരും അത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണേ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു നിന്നു. പക്ഷെ അവിടെ ചേർന്നോട്ടില്ല, നമ്മളിങ്ങനെ നിന്ന് കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളിത് കണ്ടു. മുഴുവനാകുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകാമെന്ന് വെച്ചു. കണ്ടോ ഓരോ ലൈറ്റും ഇതുമൊക്കെ ആയിട്ട് നല്ല കൊച്ചു പിള്ളേർ കേട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ മ്യൂസിക്കും കൂടി ഇട്ടിത് കേൾപ്പിച്ചേനെ. അങ്ങനെ അവിടുന്ന് അതൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത അലാവുദ്ദീൻ്റെ അടുത്തേക്ക് പോവുകയാണേ. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ട് അലാവുദ്ദീൻ്റെ, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അലാവുദ്ദീൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അലാവുദ്ദീൻ്റെ അടുത്ത് ചെന്നു. ഈ ഒരു മാജിക് ലാമ്പിൻ്റെ പുറത്തിങ്ങനെ അലാവുദ്ദീൻ കുറേ ഈ ഷോ ശരിക്കും 4 to 10 കേട്ടോ. അത്രയും സമയം ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞൂടെ ഈ മനുഷ്യനിങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് എങ്ങനെ നിൽക്കുന്നതെന്ന് കേട്ടോ. പുള്ളി സംസാരിക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മൾ ആക്ഷനൊക്കെ കാണിക്കും, നമ്മൾ വീഡിയോയിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പോസ് ചെയ്യുകയൊക്കെ ചെയ്യും. മലയാളിയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ പുള്ളി സംസാരിക്കത്തില്ലല്ലോ, അങ്ങനെ തന്നെ ഇതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും സമയം ഇങ്ങനെ നിൽക്കുന്നത്. അത് ചിരിച്ചുകൊണ്ട് ഭയങ്കര ഒരു ഇത്. ഞാൻ രാഗിയൊക്കെ പോയി കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഇതിൻ്റെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു 2 പേരിങ്ങനെ നിന്നിട്ട് ചെയ്യുന്നതാണ്. നമ്മളതിൽ ഇറങ്ങി അടുത്ത സ്റ്റേജിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു വിങ്സ് വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ മൂടും കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു ആക്ഷൻ നല്ല രസം, അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ കളർ, ആ ഒരു ഫ്ലോറസെൻ്റ് കളറെല്ലാം കൂടെ വന്ന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് അവരിങ്ങനെ അതിട്ടിങ്ങനെ മൂടി അത് പിന്നെ അങ്ങ് വിങ്സ് അങ്ങ് പൊക്കും കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ നോക്കി കുറച്ച് നേരം നിന്നു. ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, പിന്നെ ഞാൻ അതാണ് മ്യൂസിക് ഇടാതെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള 2 പേര് മാസ്കൊക്കെ വെച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നമുക്കത് മുഖമൊന്നും അവരെ കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇവരുടെ ഡ്രസ്സും ഈ ഒരു കളർ തീമിലാണ്. അപ്പോൾ അവർ ഫുൾ ടൈം ഇങ്ങനെ ആളെ കണ്ടാൽ അപ്പം തന്നെ അവർ എണീറ്റ് ഇങ്ങനെ ആ വിങ്സ് വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ഫേസ് കണ്ടപ്പോൾ കേക്കുട്ടിക്ക് ഇച്ചിരി പേടിയായി കേട്ടോ. കേക്കുട്ടി ഒരൊറ്റ ഓട്ടം കൊടുത്തു അവിടെ നിൽക്കാതെ അടുത്ത സ്റ്റേജിലേക്ക്. അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ മോളിൽ കയറിയിട്ടാണ് കണ്ടത്, അവരത് വെച്ച് ഇങ്ങനെ മൂടുന്ന അവൾക്ക് പേടിയായിരുന്നു. അതുമാത്രമല്ല അവരുടെ ആ മാസ്ക് റെഡ് കളർ ഒരു മാസ്കാണ്. ആ മാസ്കിൻ്റെ അത് കാണുമ്പോൾ തന്നെ, ഫേസ് കാണുമ്പോൾ തന്നെ ഇച്ചിരി പേടിയാവും. അപ്പോൾ പിള്ളേരൊക്കെ ചിലർ പേടിച്ച് ഓടുന്നുണ്ട്. ഇനി ഞങ്ങൾ പോകുന്ന ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പം നേരത്തെ ഞങ്ങൾ കപ്പ ബിരിയാണി അവിടുത്തെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. കപ്പ ബിരിയാണി എൻ്റെ കപ്പ ബിരിയാണി രാഗി തട്ടിയെടുക്കണേ കാണുന്നത്. പിന്നെ ഞങ്ങൾ കൊത്ത് പൊറോട്ട, പിന്നെ ചിക്കൻ റോള്, പിന്നെ അവിടുത്തെ ഒരു ഫേമസ് ഒരു വെജ് ഐറ്റമാണ് ചീസ് ബോൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. കേക്കുട്ടി പറഞ്ഞു അവൾക്ക് കപ്പയും മീൻകറിയും മതിയെന്ന്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കപ്പയും മീൻകറിയും കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കപ്പ മീൻ വാങ്ങി. പിന്നെ ഇത് ചിക്കൻ റാപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് അല്ലാതെ മാജിക് ഷോയും ഫയർ ഡാൻസും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മഴയുടെ ഒരു ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് ആ സ്റ്റേജിൽ വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓഡിയൻസ് ആയിട്ട് വരുന്നവർക്ക് ഡാൻസും അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഐ തിങ്ക് ആ കുട്ടിയുടെ പേര് റിയ എന്ന്, ആ ഒരു മോളുടെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്തില്ല, പക്ഷേ കളിച്ചു വന്നപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തേ.
അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് അവിടെ ഒരു 8-8:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വന്നതിനേക്കാളും കേട്ടോ. ക്യൂവിലൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പുറത്തിറങ്ങിയപ്പോഴും പുറത്തൊക്കെ നല്ല തിരക്കാണ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ ഈ പൊയ്ക്കാലിൽ ഒരു കണ്ടോ, ഒട്ടകം ഇങ്ങനെ പൊയ്ക്കാലിൽ നിൽക്കുന്ന പോലെ ഒരു ആളുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ മുഖത്തെ മാസ്കൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടകപ്പക്ഷിയുടെ ഒരു ഇത് കാണിക്കുന്നതുണ്ടോ, നമ്മളിങ്ങനെ ഇതാക്കാൻ വേണ്ടി വരും അങ്ങനെ. അപ്പം ഞാനും രാഗിയൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ കണ്ടോ, ആ പയ്യനാണ് ഇത് ചെയ്യിക്കുന്നത്, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലത്തെ ആ ഒരു വെക്കേഷൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ ഞങ്ങൾ ആ ഈവനിങ് പിള്ളേരുടെ കൂടെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണാം. ബൈ.